ഡിഗ്രി അങ്ങോട്ട് കഴിഞ്ഞാലേ ഒരു ഓഫായ വണ്ടി പോലെയാണ് മിക്ക ബോയ്സിന്റെയും ലൈഫ്. വീട്ടിൽ ആൺകുട്ടികളുണ്ടെങ്കിലേ വീട്ടുകാരെ മൊത്തം പ്രതീക്ഷ ഇവരെ മേലെയാവും. അങ്ങനെ 10ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങും. 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ +2 ഡിഗ്രി ഇതുവരെ ഇവരെല്ലാ അലമ്പിനും കൂട്ട് നിൽക്കും. ഇവരിങ്ങനെ കച്ചറ കൂതറ കളിച്ച് നടന്നത് കാണാൻ ഇഷ്ടമുണ്ടായിട്ടൊന്നുമില്ല. അങ്ങനെയെങ്കിലും ഗുണം പിടിച്ച് എവിടെയെങ്കിലും എത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് അവസരം ഇവർ നന്നായിട്ടാണ് മുതലാക്കും. +2 കഴിഞ്ഞ കുട്ടിക്ക് പിന്നെ ബസ്സിന് മുമ്പ് മാനക്കേടാന്ന് പറഞ്ഞിട്ട് വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ പൈസ വരെ ഇവർ ഇതൊക്കെ കണ്ടും കേട്ടും ക്ഷമിച്ചും കൺഷനെ ഒരു വാപ്പ ക്ഷമിച്ച് ഉമ്മറപ്പടിയിൽ നിൽക്കുന്നതിന്റെ കാരണം വേറെ ഒന്നും എങ്ങനെയൊക്കെ പഠിച്ച് ഏതേലൊക്കെ നിലയിലെത്തിയിട്ട് വേണം വാപ്പാക്ക് റിട്ടയർഡ് ആയിട്ട് ഉമ്മറപ്പടിയിൽ കസാരയിൽ ചാരി കുത്തിയിരിക്കും. ആര് നന്നാവണ് എങ്ങനെ നന്നാവണ്. ഡിഗ്രി കഴിഞ്ഞിട്ട് ഇവർക്കൊരു ഇരുത്തുണ്ട്. ജോലി ഇന്ന് കിട്ടും നാളെ കിട്ടും മറ്റന്ന് കിട്ടും എന്ന് പറഞ്ഞിട്ട് വർഷങ്ങൾ അങ്ങനെ ഇനി ഇരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി എൻ്റെ ആങ്ങള സ്വയണ്ട് ഇറങ്ങാനായിട്ട് തീരുമാനിച്ചു. ജോലി തേടി പോകാൻ തീരുമാനിച്ചു. എനിക്ക് വലിയമ്മ അമ്മയും കൂടെ നല്ല അടിപൊളിയായിട്ട് നട്സും കാര്യങ്ങളോട്ട് അവര് വിളയിച്ചുണ്ടാക്കി അതിൽ നിന്ന് എടുത്ത അവർക്ക് കൊണ്ടുപോകാനുള്ളത് കുറയുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ലാസ്റ്റിൽ അടി പിടിയൊക്കെയാണ് കിട്ടി. അങ്ങനെ ജോലിക്കായി മുംബൈക്ക് ട്രെയിനിങ് കയറിയ ആൾ ഒരാഴ്ച കൊണ്ട് ഇവിടെ തന്നെ. അതിൽ ഏറ്റവും വലിയ വിഷമം എന്താന്ന് പറഞ്ഞാൽ അവര് വിളയിച്ചത് അവിടെ ഉള്ളവർക്ക് കൊടുത്തോ ഇങ്ങോട്ട് വന്ന് കൊടുത്തോണ്ടല്ല നമുക്ക് ഒരു തരി പോലും ടേസ്റ്റ് വെക്കാൻ തന്നില്ലതാണ് ഏറ്റവും വലിയ വിഷമം. അപ്പം നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കും.